നിയന്ത്രണം എന്റെ പോകുന്നത് കൊണ്ടല്ല. സമൂഹത്തിൽ ഒരുപാട് തരം ആൾക്കാരുണ്ട്. ആ ആൾക്കാരുടെ പൊതുവേദിയിലേക്ക് പോകുമ്പോൾ വസ്ത്രധാരണത്തിൽ മാന്യത ഉണ്ടാകണം. സാരി ഉടുത്തത് കൊണ്ട് ആർഷഭാരത സംസ്കാരം ആവില്ല. ഇപ്പം ടിപ്പ് ബർസാ പാനിയിൽ രവീന ടണ്ടൻ ഉടുക്കുന്നത് പോലെ സാരി ഉടുക്കുകയാണെങ്കിൽ സംസ്കാരത്തിന്റെ അളവുകോലാണെന്ന് ആരും പറയില്ല. അപ്പോൾ വസ്ത്രധാരണത്തിൽ ചില മാന്യയും മിതത്വവും വേണം എന്ന് പറയുന്ന ഒരു വളരെ ലിമിറ്റഡ് പോയിന്റ് അല്ലേ. ഇനി ഒരു വരി കൂടി, ഇത് ആത്മാർത്ഥമായിട്ടാണ് സ്ത്രീകളുടെ കാര്യത്തിൽ മാത്രമാണോ പുരുഷന്മാർക്കും ഉണ്ടോ? ഉറപ്പായിട്ടും പുരുഷന്മാരുടെ കാര്യത്തിലും വേണ്ടേ? പുരുഷന്മാരുടെ കാര്യത്തിൽ മാന്യത വേണ്ടെന്ന് ആരെങ്കിലും പറയുന്നുണ്ടോ? പിന്നെ രണ്ട്, ഇതൊരു യാന്ത്രിക ചോദ്യമാണ്. സ്ത്രീ പുരുഷ ശരീരങ്ങൾക്ക് ഘടനാപരമായ വ്യത്യാസമില്ലേ? സ്ത്രീ പുരുഷ, നമ്മൾ അമ്പലത്തിൽ പോയി ഷർട്ട് ഊരിട്ടാണ് കയറുന്നത് എന്ന് പറഞ്ഞു, സ്ത്രീകൾ ഷർട്ട് ഊരിട്ടാണോ കയറുന്നത്? അപ്പൊ സ്ത്രീ പുരുഷ ശരീരങ്ങൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ മാറു മറയ്ക്കാതെ കയറിയില്ലേ നായ സ്ത്രീകളുടെ കാലത്ത്? അവിടെയാണ് ശ്രീ അരുൺ, മാറു മറയ്ക്കൽ സമരം നമ്മുടെ നാടിന്റെ നവോത്ഥാനമാണ്. മാറു തുറക്കൽ സമരമാണെങ്കിൽ അത് അധോഗമനമാണ്. മാറു തുറക്കൽ സമരം നമ്മുടെ കേരളത്തിൽ 3 വർഷം മുമ്പ് നടന്നിരുന്നു. ഫേസ്ബുക്ക് അടക്കം അത് ബാൻ ചെയ്തു. മാറു മറയ്ക്കൽ സമരം നവോത്ഥാനമാണ് അങ്ങൊക്കെ പറയുന്നത് പോലെ. പക്ഷെ മാറു തുറക്കൽ സമരം ഒരു നവോത്ഥാനമായി ചിത്രീകരിക്കരുത്. കാരണം നമ്മുടെ കൊച്ചു പെൺകുട്ടികൾ കണ്ടു വളരുകയാണ്. നമ്മുടെ 8ലും 9ലും 10ലും കോളേജിലും ഒക്കെ പഠിക്കുന്ന പെൺകുട്ടികളിൽ ഇതൊരു നെഗറ്റീവ് ഇഫക്റ്റ് ഉണ്ടാക്കും.